രാവിലെ തന്നെ ചുറ്റിനൊരു ചായ കാപ്പിയോ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര ഉന്മേഷക്കുറവാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ അതൊന്നുള്ള വിഷയമൊന്നുമില്ല. ഞാനും ലക്ഷ്മി ഇതൊന്നും കുടിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ചുച്ചുവിന് മാത്രമാണ് ഞങ്ങളെടുത്ത്. ഇന്ന് അതുകൊണ്ട് പാലില്ലായിരുന്നു, നേരെ കാപ്പി ഇട്ട് ചുച്ചുവിന് കൊടുത്തു കേട്ടോ. ഞങ്ങളിന്ന് താമസിച്ചാണ് എഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെയും ഉച്ചക്കത്തെയും പരിപാടി ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തിക്ക് മീൻകറി ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. കുടമ്പളി ഇട്ട മീൻകറി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് നേരെ പോയി മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ ചെന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് തിരിയാനും ചൂടയാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ചൂട് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മാങ്ങ ഇട്ട് പറ്റിക്കാൻ കൊതി കൊണ്ട് വയ്യ. അപ്പത്തിന് നേരെ ചെന്ന് അപ്പുറത്ത് ആൻറ്റിയോട് ചോദിച്ചു മാങ്ങ ഉണ്ടെന്ന്. ഞങ്ങളുടെ വീട്ടിൽ മാവും മാങ്ങയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്ത് ചെന്ന് ചോദിച്ചത്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി അവന് ഇഷ്ടമുള്ള അത്രയും പറിച്ചെടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഞാനും ചുറ്റും കൂടെ നേരെ ചെന്ന് മാങ്ങയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നു. രാവിലെ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ മീൻകറി വെക്കാനാണ് ആദ്യത്തെ പ്ലാന്. കാരണം കുടമ്പളി ഇട്ട് നല്ല മുളകറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി അങ്ങ് പോയിക്കോളുമല്ലോ. പിന്നെ നേരെ അതുകൊണ്ട് തന്നെ ഞാൻ മീൻ വെട്ടി നേരെ വൃത്തിയാക്കി അതെല്ലാം ഒന്ന് വരഞ്ഞ് കറക്കാനുള്ളതും കഷ്ണങ്ങളാക്കി ഇതും മാറ്റി വെച്ചു. പിന്നെ നേരെ ചട്ടി അടുപ്പത്തിട്ട് വെച്ച് അതും എല്ലാം അങ്ങ് മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പുട്ടും മീൻകറിയും അതുപോലെ തന്നെ ചപ്പാത്തി മീൻകറിയും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുളകറിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫേവറേറ്റും. അവർക്ക് എത്ര വേണമെങ്കിലും അവർ ചപ്പാത്തിയും പുട്ടും കഴിച്ചോളും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇന്ന് മീൻ വാങ്ങിച്ചത്. കാരണം ഉച്ചക്കത്തേക്കുള്ളത് ഒരുമിച്ച് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പരിപാടിയൊന്നുമില്ല. കാരണം എനിക്കാണെങ്കിൽ അധിക സമയം ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് വരുന്നത് ഇഷ്ടമല്ല. എളുപ്പപ്പണി തീർത്ത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള എളുപ്പ മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നത്. ചൂര വെട്ടിക്കറ വെക്കുന്നത് ഇതിനെക്കാട്ടി ഈസി ആയിട്ടാണ് കേട്ടോ. ഞാൻ നേരെ ചട്ടി അടുപ്പത്ത് വെച്ച് അരപ്പെല്ലാം വരട്ടി അത് തിളപ്പിക്കാനായിട്ട് അടച്ച് വെച്ചിട്ട് നേരെ ഞാൻ പോയി ചൂര വെട്ടുന്നത്. ചൂര വെട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കര തിളച്ചിരിക്കും. എനിക്ക് എളുപ്പമാണ് ചൂര വെട്ടുന്നത്. അപ്പോൾ ആ കറിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളാണ് കേട്ടോ നേരത്തെ എൻ്റെ പണി തീർക്കാനായിട്ട് നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ തോട്ടത്തിലെ കറിവേപ്പില പറിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? കാരണം അത്രയ്ക്ക് നല്ല ഇത് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് അങ്ങ് പൂപ്പൽ വന്ന് വൃത്തികേടായിട്ട് നിൽക്കുമായിരുന്നു. കാരണം അങ്ങ് ഇലകളെല്ലാം അങ്ങ് ഒരു പൂപ്പൽ മാതിരി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം വെയിലൊക്കെ വന്ന് നല്ല തളിരൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട്. കണ്ടാൽ നമുക്കങ്ങ് കൊതി വരും, അത്രയ്ക്ക് ഇതുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ലക്ഷ്മി ഓടി വന്ന് ഉപ്പി നോക്കാമെന്ന് പറഞ്ഞ് ഉപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. കറിവേപ്പിലയും മീൻ വറുക്കുന്നതിലും കൂടി ഇടുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു മണവും ഗുണവും എല്ലാം. പിന്നെ മീൻകറി എല്ലാം റെഡി ആയിട്ട് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ കഴിച്ചു കേട്ടോ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചൂട വെട്ടാനിരുന്നത്. എനിക്ക് ചൂട കത്രിക വെച്ച് വെട്ടെടുത്താണ് കേട്ടോ എളുപ്പം. ചൂടയും മത്തിയും ഞാൻ കത്രിക വെച്ചിട്ടാണ് കേട്ടോ വെട്ടുന്നത്. എനിക്ക് എളുപ്പ പരിപാടിയായിട്ടാണ് തോന്നാറുള്ളത്. പിന്നെ അത് മാങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് പറ്റിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ചൂടയെന്നും മത്തിയൊക്കെ ആണെങ്കിലും പറ്റിക്കുന്നത് മാങ്ങ ഇട്ട് പറ്റിക്കുന്നതും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല പച്ച കാന്താരിയും പച്ച കുരുമുളകും കൂടെ അങ്ങോട്ട് അരച്ച് ചേർത്ത് മഞ്ഞയ്ക്ക് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ മാങ്ങ ഉള്ളതുകൊണ്ടാണ്, മാങ്ങ നമുക്ക് എപ്പോഴും കിട്ടാറില്ലല്ലോ, ഈ സീസണിൽ കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ മാങ്ങ ഇട്ട് പറ്റിക്കാമെന്ന് കരുതിയത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒഴിച്ചേറിയ നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു മോരുകറി അത് ലക്ഷ്മിക്കും ചുറ്റിനും ഇഷ്ടമാണ്. മോരുകറി മീൻ വറുത്ത ഉണ്ടെങ്കിൽ പിന്നെ അവർ എത്ര വേണമെങ്കിലും ചോറുണ്ടോളും. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഒരു മോരുകറി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതും എല്ലാം ഞാൻ ചെത്തി തിന്നു കേട്ടോ. അവർക്കിതൊന്നും വേണ്ട. പിന്നെ ഞാനതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ കുളിക്കാനൊക്കെ ആയിട്ട് പോയി കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ 3 പേരുടെ ചോറുണ്ണാനിരുന്നത്. മീൻ പറ്റിച്ചതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അവർക്ക് മീൻ പറ്റിച്ചതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് എപ്പോഴും മുളകറികളൊക്കെയാണ് കേട്ടോ താല്പര്യം. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓർഡർ. അപ്പോൾ പിന്നെ അത് എല്ലാം ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.